അടുത്ത 5 വർഷത്തിനിടെ നമ്മുടെ നിരത്തുകളിൽ നിന്നും സ്വകാര്യ ബസ്സുകൾ അപ്രത്യക്ഷമാകുമെന്ന ഞെട്ടിക്കുന്ന പഠന റിപ്പോർട്ടുകൾക്ക് നടുവിലാണ് നാം ഉള്ളത്. സ്വകാര്യ ബസ്സുകൾ നമ്മുടെ നിരത്തിൽ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെ ഒരു ചിന്ത തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ വല്ലാതെ ആദിയാണ്. എന്നാൽ ഈ വ്യവസായം ഇന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധിയെയാണ് നേരിടുന്നത്. ഇത് ഏതെങ്കിലും ഒരു ബസ് ഉടമ ഏതെങ്കിലും സുപ്രഭാതത്തിൽ പറഞ്ഞതല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ്. 70,000-ലധികം സ്വകാര്യ ബസ്സുകൾ നമ്മുടെ നിരത്തിലൂടെ ഓടിയിരുന്ന കാലം കേരളത്തിലുണ്ടായിരുന്നു. ഇന്നത് 7,000-ആയി ചുരുങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ തന്നെയുണ്ട് ഈ വ്യവസായം നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം. സർക്കാർ നിശ്ചയിക്കുന്ന നിരക്കിൽ സർക്കാർ പറയുന്നത് പോലെ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗജന്യം അനുവദിച്ചുകൊണ്ട് സർക്കാരിൻ്റെ യാതൊരു സബ്സിഡിയുമില്ലാതെ സർവീസ് നടത്തുന്ന ഒരു മേഖല കൂടിയാണ് ബസ് വ്യവസായം. ഈ മേഖലയെ നമുക്കങ്ങനെ കൈയൊഴിയാൻ കഴിയുമോ? എന്താണ് സ്വകാര്യ ബസ് മേഖല നേരിടുന്ന പ്രതിസന്ധി? എന്താണ് അതിനുള്ള പരിഹാരം? ഇതാണ് കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇന്ന് പരിശോധിക്കുന്നത്. നമുക്കൊപ്പം ഇന്ന് അതിഥിയായി ഉള്ളത് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്താണ്. ഈ 67-ാം വയസ്സിലും അദ്ദേഹം ബസ് ഉടമകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടുകയാണ്. പറ്റാവുന്ന വേദികളിലൊക്കെ അദ്ദേഹം ഈ വ്യവസായം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഏത് മന്ത്രിമാരെത്തിയാലും അവരെ സന്ദർശിച്ച് നിവേദനങ്ങൾ നൽകാറുണ്ട്. അങ്ങനെ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ പ്രായത്തിലും അദ്ദേഹം ഓടി നടക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം രാജ്കുമാർ കരുവാരത്ത്. ഞാൻ പറഞ്ഞതുപോലെ അടുത്ത 5 വർഷത്തിനിടെ നമ്മുടെ നിരത്തുകളിൽ നിന്നും സ്വകാര്യ ബസ്സുകൾ അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ഭീതി എല്ലാവരിലുമുണ്ട്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഇന്നത്തെ സ്ഥിതി കണക്കിലെടുത്തു കഴിഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഞങ്ങൾ കാലാകാലമായി ഗവൺമെൻറ്റിന് മുന്നിൽ ഈ ബസ് ചാർജ് വർധനവ് മാത്രമല്ല ഒരുപാട് ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് വ്യവസായത്തിന് ഈ ഡീസൽ വില വർധനവും തൊഴിലാളികളുടെ വേതന വർധനവും മറ്റുള്ള ഒരുപാട് ഇതിനോടനുബന്ധിച്ചുള്ള മറ്റു മേഖലകളിലുള്ള വരുമാന വർധനമെല്ലാം കണക്കിലെടുത്ത് നമുക്ക് സ്ഥിരമായി ഒരു റെഗുലേറ്ററി കമ്മിറ്റീനെ ബസ് ചാർജ് വ്യവസായം വളരെ നഷ്ടത്തിലോടുന്ന സമയത്തും ആ വ്യവസായം നിലനിർത്തുന്നതിനാവശ്യമായ മറ്റു ഘടകങ്ങളെപ്പറ്റി ആലോചിക്കേണ്ടിയിട്ട് ഒരു സ്ഥിരമായിട്ടൊരു കമ്മിറ്റിയെ നിയമിക്കണമെന്നും അത് ഒരു എക്സിക്യൂട്ടീവ് പവറുള്ള കമ്മിറ്റി ആയിരിക്കണമെന്നും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലാകാലങ്ങളായി. ഒരുപാട് പ്രശ്നങ്ങൾ ബസ് ഉടമകളെ സംബന്ധിച്ചുള്ള പ്രധാനമായും ഡീസൽ വില വർധനവും മറ്റ് ടാക്സ് ഇനത്തിലും മറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ 3-4 കൊല്ലം ഒരു ബസ് ചാർജ് വർധനവ് നേടിയെടുക്കേണ്ടെങ്കിൽ 3-4 കൊല്ലം ഗവൺമെൻറ്റിനെ സമീപിച്ചാണ് അവസാനം ഒരു ബസ് ചാർജ് വർധന ഉണ്ടാവുക. അപ്പോൾ ആ ബസ് ചാർജ് വർധനയോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് ഡിമാൻഡുകൾ ഗവൺമെൻറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അശാസ്ത്രീയമായ പെർമിറ്റ് സമ്പ്രദായം, അതേപോലെ ഈ വർദ്ധിച്ചു വരുന്ന ഡീസൽ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST ഒന്നിക്ക് GST കൊടുത്ത് അത് കേന്ദ്രത്തിൻ്റെ അതെന്ന് പറയുക, ഡീസലിന് ഒരു സബ്സിഡി നൽകുക. അങ്ങനെ ഒരുപാട് ഇതോടനുബന്ധിച്ച് വ്യവസായം നിലനിർത്താനാവശ്യം ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ അവതരിപ്പിച്ചില്ലെങ്കിലും ഒരു ബസ് ചാർജ് വർധനവ് തന്ന് എന്ത് പറയാൻ 10, 12, 13 വർഷമായി വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ട് ഇന്നും 1 രൂപ നാണയം കൊടുത്താണ് വിദ്യാർത്ഥികൾ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഒരു 100 വിദ്യാർത്ഥികൾ ബസ്സിൽ കയറ്റി പോയി കഴിഞ്ഞാലാണ് നമുക്ക് 1 ലിറ്റർ ഡീസൽ അടിക്കാൻ കഴിയുക. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ വേണ്ടപ്പെട്ട അധികൃതരുടെ എല്ലാ ഇടയിൽ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഇപ്പോൾ ബസ് ചാർജ് വർദ്ധിച്ച് ഏകദേശം 2 കൊല്ലം കഴിഞ്ഞ്. അതോടനുബന്ധിച്ച് കുട്ടികളെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു. അത് നീണ്ടു പോയി 3 കമ്മീഷനുകൾ, രാമേന്ദ്രൻ കമ്മീഷൻ തന്നെ 2 കമ്മീഷനാക്കി. ഇപ്പോൾ രവിമേനോ എന്ന് പറഞ്ഞ് വേറൊരു കമ്മീഷനാക്കി. ആ കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ വാങ്ങിച്ച് ഗവൺമെൻറ് വെക്കുക എന്നല്ലാതെ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിക്കുന്നില്ല.
അപ്പോൾ വളരെയധികം പ്രയാസം. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാർ കുറഞ്ഞു വരുന്നതാണ്. അതാണ് നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ കണ്ണൂർ ജില്ലയിൽ 2250 സ്വകാര്യ ബസ്സുകൾ ഓടിയിരുന്നതാണ് ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ കൊറോണ കാലഘട്ടത്തിന് മുന്നേ തന്നെ അത് 1250 1300 ഇടയിലായി. ഈ കൊറോണ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം അത് 700-750 ഇടയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വിദ്യാർത്ഥികളാണ് നമുക്ക് കൂടുതലുള്ളത്. ഏകദേശം 40% വിദ്യാർത്ഥികളെ കയറ്റിയിട്ട് ഓരോ ബസ് ആണ് വിദ്യാർത്ഥികളെ കയറ്റി കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരം എല്ലാ ബസ്സുകളിലും റഷും, ഉച്ചക്കൊക്കെ ബസ് കാലിയാവുന്നതും. പിന്നെ മറ്റു യാത്രക്കാരൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 2 വീലറിൻ്റെ അതിപ്രസരണം. അത് ചെറിയ പൈസക്കാണ് അത് ഉദാരമായി ലോൺ കൊടുക്കുന്നതുകൊണ്ട് ഒരുവിധം സാമ്പത്തിക സൗകര്യത്തിലൂടെയൊക്കെ 2 വീലറിലേക്ക് മാറി. അത് കൊറോണ കാലഘട്ടത്തിന് അതിനൊരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് ഒരുപാട് ആൾ 2 വീലറിലേക്ക് മാറി. അതേപോലെ കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരൊക്കെ അത് കാറിൽ യാത്ര ചെയ്യാനും തുടങ്ങി. അപ്പോൾ ഇതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല ഈ വിഷമം ഉണ്ടാകുന്നത്. മറ്റേ ആൾ കാറിലും സ്കൂട്ടറിലും യാത്ര ചെയ്യുന്നതുകൊണ്ടുള്ള അസൂയ കൊണ്ടൊന്നും പറയുന്നതല്ല. ഈ പൊതുവാഹനം ഒരു 42, 45, 58, 60, 59 ആളെ കയറ്റി കൊണ്ടുപോകുന്ന നമുക്ക് 59 ആളെ കയറ്റി കൊണ്ടുപോകാനുള്ള പെർമിഷനുണ്ട്. ഈ 59 ആളെ കയറ്റി കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഉള്ള വാഹനം 60 65 ആളെ കയറ്റി പോകേണ്ടെന്നെടുത്താണ് ഈ 65 കാറുകൾ. നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 65 കാറിൽ ഒരാൾ, മാക്സിമം വന്ന 2 ആൾ. കാറ് പണ്ടത്തെ മാതിരി ഒരു കാറിൽ പണ്ട് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ആൾ 5 6 യാത്രക്കാരുണ്ടാവും, അല്ലെ 6 7 ബാക്കിൽ 3 2 ഫ്രണ്ടിൽ 5 സീറ്റ് കപ്പാസിറ്റി എങ്കിലും 7-8 ആളെങ്കിലും കാറിലാണ് നിന്ന് യാത്ര ചെയ്യും. ഇന്നിപ്പോൾ ഒരു കാർ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരാൾ അല്ലെ 2 ആളാണ് ഉണ്ടാവുക. അതാണ് ഈ ബ്ലോക്ക് കൂടാനുള്ളത്. നിങ്ങളിപ്പം ഒരു ട്രാഫിക് ബ്ലോക്കുകൾ നിത്യേന കാണുന്നവരാണ് നിങ്ങളൊക്കെ. അപ്പോൾ ആ ബ്ലോക്ക് കൂടുന്നതെന്ന് പറഞ്ഞാൽ 10, 20, 25 കാറുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബസ് വരുന്നുണ്ടാവുക. ആ ബസ് വരുമ്പം അതാ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞത് പൊതുവാഹന സമ്പ്രദായം ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കണം. എന്നുവെച്ചാൽ ഒരു ബസ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചില ഇതിനിടെ എറണാകുളം സിറ്റിയിൽ നടപ്പിലാക്കി ഒരാഴ്ചയായിട്ടെന്ന് പറഞ്ഞു. ടൗൺ ഏരിയയിൽ ഈ നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങൾ കടത്തി വിട്ടില്ല, പബ്ലിക് വാഹനങ്ങൾ തന്നെ പോകും. എന്നേരം തന്നെ അവിടെ ഒരുപാട് ബ്ലോക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 60-65 ആളെ എടുത്ത് ഞങ്ങൾ പോകുന്ന സമയത്ത് 65 കാറുകൾ ഉണ്ടാവും. ഈ 65 കാറുകളാണ് റോഡിലൂട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ അത് ഭയങ്കര സ്വാഭാവികമായിട്ട് റോഡ് ബ്ലോക്കാകുന്നുണ്ട്. നമ്മൾ ഈ അശാസ്ത്രീയമായ പെർമിറ്റ് സമ്പ്രദായം എന്ന് പറയുന്നവരുടെ അശാസ്ത്രീയമായ ഈ റോഡിൻ്റെ ഘടന വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. വാഹനത്തിൻ്റെ ബാഹുല്യം അനുസരിച്ച് റോഡിന് വിസ്തീർണം കിട്ടുന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ. ഇപ്പോൾ ഒരു ബൈപ്പാസ് തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ പ്രശ്നം തീരുന്നതെന്ന് പറഞ്ഞു. അതെപ്പം തീരുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ സർക്കാർ എന്താണ് പറയുന്നത്? ഈ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്കെതിരായ ഒരു സമീപനമായിട്ടാണ് സർക്കാരും കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണോ ഈ സർക്കാർ സംവിധാനങ്ങൾ? സർക്കാർ സംവിധാനങ്ങൾ ഈ നമ്മൾ അധികം ഒരു ബസ് ചാർജ് വർധന ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ചർച്ച ചെയ്യില്ല. അത് ഇപ്പോഴത്തെ ഗവൺമെൻറ് മാത്രമല്ല, മുൻകാലങ്ങളിലെ പിന്നെ UDF ഗവൺമെൻറ്റും LDF ഗവൺമെൻറ്റും കാലാകാലങ്ങളായി അതാണ് വ്യവസായത്തോട് അനുവർത്തിച്ച നയം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയില്ല. കോടിക്കണക്കിന് ഉറുപ്പ്യ മോട്ടോർ വെഹിക്കിൾ ടാക്സിൽ ഇപ്പോൾ അബ്കാരി ഞാൻ അറിഞ്ഞെടുത്തോളം അബ്കാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്ന ഒരു വിഭാഗം മോട്ടോർ വെഹിക്കിൾസിൻ്റെയാണ്, പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളുടെ ടാക്സ് 32,000-34,000 രൂപ 3 മാസം കൂടുമ്പം ടാക്സുകൾ കിട്ടുന്നത്. അപ്പോൾ ഇതിനനുസരിച്ചുള്ള ഈ ഗവൺമെൻറ് ഈ വ്യവസായത്തിന് ഇപ്പം നമ്മളിപ്പം പല മന്ത്രിമാരും മറ്റുള്ളവരൊക്കെ ഇപ്പം ഞങ്ങൾ പറയുന്നതാണ്, ഇപ്പം വ്യവസായം ഇവിടെ തുടങ്ങേണ്ടിയിട്ട് പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിലും പോയി വ്യവസായം നമ്മളെ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പം നിലവിലുള്ള വ്യവസായം ഇവിടെ ഞാൻ ഇതിൽ പറഞ്ഞില്ലേ 10-34,000 സ്വകാര്യ ബസ്സുകൾ ഓടിയെടുത്തത് 7,500 താങ്ങുമ്പം ഗവൺമെൻറ്റിന് റവന്യൂ വരുമാനം കുറയുന്നുണ്ട്. ഗവൺമെൻറ് വലിയ സാമ്പത്തിക നഷ്ടം വരുന്നുണ്ട്. നമുക്ക് മാത്രമല്ല, ഈ 10-25,000 ബസ്സുകൾ ഈ മേഖലയിൽ നിന്ന് പോകുമ്പോൾ 25,000 ഉറുപ്പ്യേൻ്റെ ടാക്സുകൾ ഗവൺമെൻറ് ഇല്ലാണ്ടാകുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആ കാര്യത്തിനെ പറ്റിയിട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ നിങ്ങളിപ്പം പറയുന്നത് KSRTC ആണ്. കോടിക്കണക്കിന് ഉറുപ്പ്യ KSRTC നിലനിർത്താൻ ഗവൺമെൻറ് കൊടുക്കുന്നു. നമ്മളൊക്കെ പേപ്പറിൽ വായിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും 800 കോടി, 1000 കോടി, 900 കോടി എല്ലാം ഗവൺമെൻറ് പറയും. ഈ പ്രൈവറ്റ് ബസ്സുകാർ ചെയ്യുന്നതിൻ്റെ ഒരു 10% ഒരു പകുതി പോലും സേവനം ജനങ്ങൾക്ക് KSRTC നിന്ന് കിട്ടുന്നില്ല.
ഇപ്പം 90% വിദ്യാർത്ഥികളുടെയും യാത്ര ചെയ്യുന്ന സ്കൂൾ കൊണ്ടാക്കുന്നതും വീട്ടിലെത്തിക്കുന്നതും സ്വകാര്യ ബസ്സുകൾ തന്നെയാണ്. ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സ്കൂൾ ചിലയിടത്ത് സ്കൂൾ കുട്ടികളെ കയറ്റാണ്ട് പോകുന്നതും അങ്ങനെയുള്ള അപൂർവമായ സംഗതികൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഈ കുട്ടികളൊക്കെ ഇപ്പം 90% വിദ്യാർത്ഥികളും പിന്നെ ഈ സ്കൂളിൽ പോകുന്നതും വരുന്നതും സ്വകാര്യ ബസ്സുകളിലാണ്. KSRTCക്കാണെങ്കിൽ 3 മാസത്തെ അഡ്വാൻസ് ടിക്കറ്റ് എടുക്കണം. അതും ആ ബസ്സിൽ മാത്രമേ യാത്ര ചെയ്യാനും പറ്റൂ. അത് 3-4 ദിവസം കുട്ടികൾ യാത്ര ചെയ്തില്ല, അവർക്ക് ആ പൈസ നഷ്ടമാണ്. 3 മാസത്തേക്ക് അഡ്വാൻസ്. അതും ഇപ്പോൾ ഈ ഏരിയയൊന്നും ആ സമ്പ്രദായം ഇല്ല. കൊല്ലം തിരുവനന്തപുരം മേഖലകളിൽ ഏകദേശം ഒരു 8% ബസ്സുകൾക്ക് കൺസെഷൻ കൊടുക്കുന്നില്ല. ബാക്കി മേഖലകളിലൊക്കെ സ്വകാര്യ ബസ്സുകൾ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമ്മളൊരു മാനദണ്ഡമാണ്. KSRTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെർമിറ്റും വേണ്ട, പിന്നെ ഇൻഷൂറും വേണ്ട, ടാക്സും വേണ്ട, ഒന്നും വേണ്ട. എല്ലാം ഏത് സമയത്തും വണ്ടി എടുത്ത് ഓടാം. അതിനൊന്നും ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ KSRTCക്ക് കിട്ടുന്ന അതേ ആനുകൂല്യം സ്വകാര്യ ബസ്സുകൾക്കും നമുക്കും തരണം. അത് ഇവർ തരുന്നുണ്ടോ? അപ്പോൾ KSRTCനെയും പ്രൈവറ്റ് ബസ്സുകളെയും ഒരു ചിറ്റമ്മ നയത്തോടു കൂടിയാണ്, പണ്ട് പറയുന്നവർ ചിറ്റമ്മ നയത്തോടു കൂടിയാണ് ഗവൺമെൻറ് കാണുന്നത്. KSRTCയിൽ എത്രയോ കോടിക്കണക്കിന് രൂപ കൊടുത്ത് KSRTC എന്ത് അമിത പിന്നെ കൂടുതൽ സേവനമാണ് സ്വകാര്യ ബസ്സുകളേക്കാൾ കൂടുതൽ ചെയ്യുന്നത്. ഇവിടെ ഒരു സേവനങ്ങളും ചെയ്യുന്നില്ല. അപ്പം മറിച്ച് ഈ വ്യവസായം അനുദിനം തകർന്നുകൊണ്ടിരിക്കുന്ന വ്യവസായം സംരക്ഷിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള നടപടികളും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല, കഴിഞ്ഞു പോയ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് നമ്മളെ നശിക്കുന്നത് മാത്രമല്ല, കോടിക്കണക്കിന് ഉറുപ്പിക റവന്യൂ ഇനത്തിൽ ഗവൺമെൻറ് നഷ്ടപ്പെടുന്നുണ്ട് ഇതില്ലാതാകുന്ന സമയത്ത്. എന്തായാലും വലിയ പ്രതിസന്ധി തന്നെയാണ് സ്വകാര്യ ബസ് വ്യവസായ മേഖല നേരിടുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള പിന്തുണയും കിട്ടാത്തതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുകയാണ് രാജ്കുമാർ കരുവാരത്ത്. BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തുടരും. BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ തുടരുന്നു. നമ്മൾ ഈ സർക്കാരിൻ്റെ മുന്നിലേക്ക് വർഷങ്ങളായി, ഏതാണ്ട് ഒരു 10 വർഷത്തിലധികമായി നിങ്ങൾ നിരന്തരം ഇത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പിന്തുണ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സമീപനം? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ കേരളത്തിലെ 140 MLA-മാരെന്നൊന്നുമില്ലേ, 140 MLA-മാരെയും ഞങ്ങൾ സ്റ്റേറ്റ് അടിസ്ഥാനത്ത് പോയി കണ്ടിരുന്നു. ഞങ്ങളെ വ്യവസായത്തിൻ്റെ പ്രശ്നം, ഇതിങ്ങനെ കുത്തോട്ട് പോകുന്നതിൻ്റെ പ്രശ്നങ്ങൾ, ലക്ഷക്കണക്കിന് തൊഴിലാളികൾ നമ്മൾ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമായിട്ട് ഇതിനനുബന്ധിച്ച് വർക്ക്ഷോപ്പ് മേഖല, മറ്റുള്ള എല്ലാ മേഖല, സ്റ്റാൻഡ് ഏജൻറ്റുമാർ പോലെ ഒരുപാട് ആൾക്കാർ ഇതിനെ കൊണ്ട് ഉപജീവനം കഴിക്കുന്നുണ്ട്. അവരതൊക്കെ ഇതില്ലാതായി തീരുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരങ്ങൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് നമുക്ക് ഇതിൻ്റെ വലിയൊരു പ്രശ്നം വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധനവാണ്. വിദ്യാർത്ഥികൾ ഇപ്പോൾ 1 രൂപ നാണയം എടുത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രൂപ പോലും, 1 രൂപ നാണയവും 2 രൂപ നാണയവും ഇപ്പോൾ പിച്ചക്കാർ പോലും വാങ്ങിക്കാത്ത സ്ഥിതി. അവർ വെച്ച് ചാടുന്ന ഒരു പൈസയാണ്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് ഈ വിദ്യാർത്ഥികളെ ബസ് ചാർജ് വർദ്ധിപ്പിക്കാത്തത് നമുക്കറിയില്ല. പഴയ കാലത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊന്നുമല്ല ഇന്നുള്ളത്, ആ രീതിയല്ല. ഇന്ന് കുട്ടികൾക്ക് ഒരുപാട് വലിയ പൈസ ഫീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം സ്വാശ്രയ കോളേജിലല്ല എത്ര ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്തിട്ട് അഡ്മിഷൻ വാങ്ങിക്കുന്നത്. അതേപോലെ മാസത്തിൽ വലിയ ഫീസ് കൊടുക്കുന്നുണ്ട്, സെമിസ്റ്ററിൻ്റെ ഫീസും മറ്റുള്ള ഫീസെല്ലാം കൂടിയിട്ട്. അതേപോലെ കുട്ടികളുടെ ഡ്രസ്സ്, പല കുട്ടികൾ, മിക്കവാറും കുട്ടികളുടെ കയ്യിൽ ഈ 12,000-14,000 ഉറുപ്പിക മൊബൈലും കാണാം. അപ്പോൾ അതൊക്കെ കൊടുക്കുന്നതിനും അങ്ങനെയൊക്കെ പിന്നെ കുട്ടികൾ പോകുന്നുണ്ടെങ്കിലും ബസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 രൂപ കൊടുത്ത് പോകണമെന്നുള്ളത് സ്ഥിതി കുട്ടികൾക്ക്, രക്ഷിതാക്കൾക്കില്ല, കുട്ടികൾക്കില്ല. പിന്നെ ആർക്കാണുള്ളത്? ഇവിടെ വിദ്യാർത്ഥികളുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനക്കാർക്കാണ് വിദ്യാർത്ഥികളെ ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ പാടില്ല. ബാക്കി എല്ലാ മേഖലകളിലും വർധന ഉണ്ടാകുക. പക്ഷേ വിദ്യാർത്ഥികളെ ഈ വിദ്യാർത്ഥികളെ ബസ് ചാർജ് ഒഴികെ ഏത് മേഖലയിലാണ് ഈ വർധന ഇതുവരെ ഉണ്ടായിട്ട്? ഞാൻ 13ാമത്തെ വർഷമാണ് വിദ്യാർത്ഥികൾക്ക് ചാർജ് വർദ്ധിപ്പിക്കാത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 50% വിദ്യാർത്ഥികളെ പിന്നെ കൺസെഷൻ വേണമെന്ന് 3 കമ്മീഷൻ, കുട്ടികൾക്ക് 50% കൊടുക്കാൻ പറ്റൂ. ഈ വിദ്യാർത്ഥികളെ കൊണ്ടുകൊണ്ട യാതൊരുവിധ ബാധ്യതയും ഈ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾക്ക് ഇല്ല എന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും ഒരു 50% വിദ്യാർത്ഥികളെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണം. ഈ 50% നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ മുന്നിൽ വെക്കുന്നതിന് പകരം നിങ്ങൾക്ക് നിയമപരമായ നടപടിയിലേക്ക് കോടതിയെയൊക്കെ സമീപിക്കാൻ കഴിയുമായിരുന്നു. ഇങ്ങനെ കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ, സ്വാഭാവികമായും അത് നിയമപരമായും. കോടതിയെ ഞങ്ങൾ ഒരു പ്രാവശ്യം സമീപിച്ചിരുന്നു. കോടതി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ് ചാർജ് വർദ്ധിപ്പിക്കാനും ഉള്ള ഉത്തരവാദിത്വം കാര്യമെല്ലാം സർക്കാരിനാണ്, അത് കോടതിക്കില്ല എന്ന് പറഞ്ഞ് കോടതി അതിൽ നിന്ന് ഒഴിയായത്.
ബസ് ചാർജ് വർദ്ധിപ്പിക്കാനുള്ള ഇതിപ്പം കേരളത്തിൽ ഒരുപാട് മേഖലകളിൽ വ്യവസായമുണ്ട്. ഈ ഉൽപ്പാദനത്തിൻ്റെ മൂല്യം നിശ്ചയിക്കാനുള്ളത് ഈ സ്വകാര്യ ബസ്സുകളിൽ മാത്രമേ ഉള്ളൂ. ഉൽപ്പാദന ചെലവ് ഗവൺമെൻറ് നിയന്ത്രിക്കുന്നില്ല. നമുക്കൊരു റിബേറ്റ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സബ്സിഡി അടിസ്ഥാനത്തിലോ മറ്റുള്ള മേഖലകളിൽ ഒരു കൺസെഷൻ കിട്ടുന്നില്ല. ടയർ കിട്ടുന്നില്ല, ഡീസൽ കിട്ടുന്നില്ല, ഇതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടുന്നില്ല, മറ്റുള്ള ഒരു മേഖലകളിൽ നമുക്ക് കൺസെഷൻ ഇല്ല. പക്ഷേ ഇതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ മൂല്യം നിശ്ചയിക്കേണ്ട അധികാരം ഗവൺമെൻറ് എടുത്താൽ അതാ നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ മൂല്യം നിശ്ചയിക്കാനുള്ള അധികാരം ഗവൺമെൻറ് കൊടുക്കണ്ട. കർണാടകത്തിലുള്ള മാതിരിയിൽ ഒരു കമ്മിറ്റിക്ക് കൊടുക്ക്, ഒരു റെഗുലേറ്ററി കമ്മിറ്റിക്ക് കൊടുക്ക്, എക്സിക്യൂട്ടീവ് പവറുള്ള റെഗുലേറ്ററി കമ്മിറ്റിക്ക് കൊടുക്കുന്നു. ഈ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് കർണാടകയായാലും അവിടെയും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടെ ഇത്രയും വലിയ മോട്ടോർ വെഹിക്കിൾ ടാക്സ് ഇല്ല. വിദ്യാർത്ഥികൾക്ക് ഒരു ചെറിയ ശതമാനം വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷനിലും, അതും 50%. തൊഴിലാളികൾക്ക് ഇത്ര കൂലിയില്ല, ചെറിയ പൈസയെ വെറുതെ കൂടി തൊഴിലാളികൾക്ക് ഉള്ളൂ. പിന്നെ അതേ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലവ് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ കമ്മിറ്റി കൂടിയിട്ട് ചാർജ് വർദ്ധിപ്പിക്കാനുള്ള അധികാരങ്ങളുണ്ട്. പിന്നെ സ്പെയർ പാർട്സ് പോലുള്ള ഒരുപാട് ഇനങ്ങളിൽ അവർക്കുള്ള നമ്മളെ കേരളത്തിലുള്ള സ്പെയർ പാർട്സ് പിന്നുള്ള പൈസ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഇല്ല. പിന്നെ അതേപോലെ ഡീസലിന് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തലപ്പാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീസലിന് വില കുറവാണ്. ഇപ്പോൾ അങ്ങോട്ട് നാഷണൽ ഹൈവേ ലോറിയും മറ്റുള്ള വാഹനങ്ങളൊക്കെ കർണാടകയിലെ പോയിട്ടാണ് ടാക്സ് കിട്ടുന്നു. നമ്മൾ ഇങ്ങേ ഏറിയയിലെ കൂട്ടർ മാക്കിന്ന് അടിക്കുന്ന മാതിരി അങ്ങോട്ടുള്ള കൂട്ടർ തലപ്പാടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടുന്നത്, ഡീസൽ അടിക്കുന്നത്. ഡീസലിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട് ഇവിടെ. ഈ കർണാടകയും നമ്മളെ കേരളവുമായിട്ട് ഡീസലിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കേരളത്തിലെ വണ്ടികളടക്കം പോയിട്ട് കർണാടകത്തിലാണ് പോയിട്ട് അടിക്കുന്നത്. ഡീസലിന് വലിയ പൈസ, ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിക്കുന്നത് കേരളത്തിലാണ്. ഇത്തരം ഈ പ്രശ്നങ്ങളൊക്കെ ഈ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കാണല്ലോ ഏറ്റവും വലിയ പ്രതിസന്ധി. അതാ. നിങ്ങൾ വിദ്യാർത്ഥി സംഘടനകളെ സമീപിച്ചിട്ടുണ്ടോ? അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ ഈ വ്യവസായം ഇങ്ങനെ നിന്നു പോവുകയാണ്, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എന്ന് വിദ്യാർത്ഥി സംഘടനകളെ ബോധ്യപ്പെടുത്താൻ? എല്ലാവരെയും നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരെ ഞങ്ങൾ കണ്ണൂർ ജില്ലാ ഓഫീസിൽ തന്നെ ഈ KSU, SFI, MSF, ABVP പോലത്തെ സംഘടനകളുമായി നമ്മൾ സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങളിതിനെ പരിശോധിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ഇനി ഈ സൗകര്യം കിട്ടാത്ത ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഇത്രയും ലളിതമായി ഉദാരമായിട്ട് വിദ്യാർത്ഥികളെ കൊണ്ടുപോയിട്ടും നിങ്ങൾ അതിനൊരു വർധനമുണ്ടാക്കിയില്ലെങ്കിൽ ഇത് തീരെ ഇല്ലാതായി പോവും. ഇത്ര കാലം നിങ്ങൾക്കുണ്ടായ സൗകര്യം നഷ്ടപ്പെടാനാണ് പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾക്ക് പ്രശ്നമില്ല. രക്ഷിതാക്കൾക്ക് ഇപ്പം ഞാനിപ്പം എൻ്റെ വീട് താഴ്ച വെക്കുന്ന അപ്പുറം ചെറപ്പറ താഴ്ച വെക്കുന്ന അപ്പുറം അവിടുന്ന് ചൊവ്വാ സ്കൂളിലേക്ക് വരുന്ന കുട്ടിക്ക് ₹1 കൊടുക്കുന്നു. അപ്പോൾ അവിടുന്ന് കയറുന്ന ഒരു കുട്ടികൾ കയറുന്ന ഒരു വാനിന് ഫീസ് സ്കൂൾ ബസ്സിന് സ്കൂൾ ബസ്സിന് പൈസ കൊടുക്കുന്നത് ₹800, ₹1000 മേടിക്കുന്നു. അതേ സ്ഥാനത്ത് ₹800, ₹1000 ഈ ചെറിയ ദൂരത്തിന് ഈ 2-2.5 കിലോമീറ്റർ ദൂരത്തിന് സ്കൂളുകാർ വാങ്ങിക്കുന്നത്. അതേപോലെ തന്നെ കുട്ടികളെല്ലാം ഒരു പണ്ടത്തെ രീതിയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരുപാട് ആൾ ചിലവാക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ചെറിയൊരു പൈസ വർധനവ് കൊടുത്തു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്കൊന്നും വലിയ പ്രശ്നമില്ല, കുട്ടികൾക്ക് പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. ഈ MLA-മാരും മറ്റുള്ള MP-മാരും എല്ലാം നമ്മൾ നേരിട്ട് സമീപിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാര്യം ന്യായമാണ്, 100-ൽ 110% നിങ്ങൾ ആവശ്യപ്പെടുന്ന സംഗതി അനുവദിച്ചു തരേണ്ടതാണെന്ന് പറയല്ലാതെ ഞങ്ങൾ നേരിട്ട് കണ്ട് പറയും നിങ്ങൾ തീർച്ചയായും ന്യായമായൊരു സംഗതിയാണ് നിങ്ങൾ പറയുന്നത്. വിദ്യാർത്ഥികൾ ബസ് ചാർജ് വർദ്ധിപ്പിക്കണം, ഇത്രയും ചെറിയ പൈസ കൊടുത്തിരുന്നും ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പറ്റൂല എന്നുള്ള അവരിങ്ങോട്ട് മന്ത്രിമാരും MLA-മാരും അടക്കം ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നവർ. പക്ഷെ എന്തോ കണ്ടോ അത് ഞങ്ങളെ മുന്നിൽ നിന്ന് പറയാമെന്നല്ലാതെ ഇവരാരും പ്രാവർത്തിയാക്കുന്നില്ല. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഒരു വിദ്യാർത്ഥികളുടെ ഒരു ബസ് ചാർജ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തോ സംഭവിക്കുന്നുള്ള രീതിയില്ല. ഒന്നും സംഭവിക്കാനൊന്നുമില്ല. അത് പണ്ട് കാലങ്ങളിലായി. ഇന്ന് വിദ്യാർത്ഥികളെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വ്യവസായം നിലനിർത്താൻ ഒരു പരിധി വരെയെങ്കിലും സഹായമാവും. ഈ പണ്ട് പറഞ്ഞ മാതിരി ഈ 7500 കുത്തോട്ട് പോകാണ്ട് 8500, 9000 ബസ്സുകളായി മാറും. ഇന്ന് പ്രധാനമായിട്ടും അത് ചെയ്യേണ്ടതെന്ന് പറയുക യാത്രക്കാരുടെ എണ്ണം കുറയുന്നുണ്ട്. ഒരു ദിവസം 900, 1000 ടിക്കറ്റ് കണ്ടു കാലങ്ങൾ നമ്മൾ മുറിക്കലുണ്ട്. ഇന്നിപ്പോൾ 500 മുതൽ 600, 625 ടിക്കറ്റ് ഒരു ദിവസം ഞങ്ങൾ മുറിക്കുന്ന ടിക്കറ്റ്. അപ്പോൾ അത്ര കണ്ട് യാത്രക്കാർ ഇതിൻ്റെ അകത്ത് ഷോർട്ടാകുന്നുണ്ട്. യാത്രക്കാർ മറ്റ് യാത്രാ മാധ്യമങ്ങൾ മറ്റ് മേഖലകളിലേക്കാക്കി മാറ്റുന്നുണ്ട്.
അത് നമ്മളിവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിൻ്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ എത്ര ടൂ വീലർ പോകുന്നുണ്ട്. വെറുതെ ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ടൂ വീലർ പോകുന്നുണ്ട്, എത്ര കാറുകൾ പോകുന്നുണ്ട് നിങ്ങൾ നോക്കിയാട്ടെ. അപ്പോൾ അത് നമ്മൾ ഈ വ്യവസായത്തിന് വിഷമം ഉണ്ടാക്കുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ കാറുകളെ നിയന്ത്രിക്കാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. നിങ്ങൾ കാറിൽ യാത്ര ചെയ്യേണ്ടാന്ന് മറ്റുള്ളവരെ ഗവൺമെൻറ് ഇതാക്കണം. ഒരു ഏരിയ വെച്ച് ഒരു പൊതുവായ ഇപ്പോൾ ടൗൺ ഏരിയയിൽ പബ്ലിക് വണ്ടി ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങ് നിങ്ങോട്ട് തലശ്ശേരി ഭാഗത്ത് വരുന്നെങ്കിൽ താഴെ ചൊവ്വ വെച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അവിടെ നിങ്ങോട്ട് നിങ്ങൾ പബ്ലിക് പിന്നെ സ്റ്റേജ് കയറി ബസ്സുകളിൽ യാത്ര ചെയ്യണം. അതേപോലെ അങ്ങ് നിങ്ങോട്ട് വരും മുണ്ടയാട് വെച്ചിട്ട് ചെയ്യുക. മുണ്ടയാട് നിങ്ങോട്ടൊക്കെ അവരവിടെ വാഹനങ്ങൾ വെച്ചോട്ട് കണ്ണൂരൊക്കെ യാത്ര ചെയ്യുമ്പോൾ ട്രാഫിക് ബ്ലോക്കുകൾ പകുതി കൊണ്ട് കുറയും. ഒരു വരുന്ന ഒരാഴ്ചയിൽ ഒരു ദിവസം നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാവർക്കും അനുഭവം ഉണ്ടാവും. ഒരു ദിവസം നടപ്പിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താഴെച്ചൊക്കെ മുണ്ടിയാട്ടും വണ്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ്സുകളിൽ യാത്ര ചെയ്യുക, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനൊരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന പകുതി ട്രാഫിക് ബ്ലോക്കുകൾ ഇവിടെ ഉണ്ടാവില്ല. അത് തീർച്ചയാണ്. അത് എറണാകുളം ടൗണിൽ നടപ്പിലാക്കിയിട്ട് ഗവൺമെൻറ് അത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഔദ്യോഗികമായി ഔദ്യോഗിക സംവിധാനത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്താണ് അതിന് പൊതുവാഹനങ്ങൾ നിലനിർത്താൻ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പം അതിനൊന്നും ഗവൺമെൻറ് നടപടി എടുക്കുന്നില്ല. ഗവൺമെൻറ് ഒരുപാട് മറ്റു കാര്യങ്ങളിൽ ഈ കാര്യത്തിലേക്കൊന്നും അവർ ശ്രദ്ധ ചെലുത്തുന്നില്ല. എന്തായാലും ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരവും ഈ ബസ് ഉടമകളുടെ ഭാഗത്ത് നിന്ന് സർക്കാരിൻ്റെ വിവിധ കമ്മിറ്റികൾക്ക് മുമ്പാകെയൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും വേണ്ടത്ര ഗൗരവം സർക്കാർ നൽകുന്നില്ല എന്ന ആക്ഷേപമാണ് രാജ്കുമാർ കരുവാരത്തിനെ പോലുള്ള ബസ് ഉടമകളും അതിന് സംഘടനാ നേതാക്കളുമൊക്കെ പലപ്പോഴായി പറയുന്നത്. അതുതന്നെ ആവർത്തിക്കുകയാണ് അവരിപ്പോഴും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് തിരിച്ച് BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ തുടരുന്നു. നമ്മൾ ഇപ്പോൾ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വർക്കുകൾ വലിയ തോതിൽ എല്ലായിടത്തും നടന്നു വരികയാണ്. ഇതും സ്വകാര്യ ബസ് മേഖലയിലുള്ളവരെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ നടാൽ പോലുള്ള ഭാഗത്തൊക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ്. അനിശ്ചിതകാല സമരമടക്കം നടത്തേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാം എന്ന് അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരുന്നുണ്ടോ? ദേശീയപാത വികസനത്തിന് ഇതൊന്നും ഒരു ദീർഘവീക്ഷണമില്ലായ്മയാണ് ഈ ദേശീയപാത അതോറിറ്റികൾ നടപ്പിലാക്കിയത്. നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ലോങ് റൂട്ടുകളിലെ വാഹനങ്ങൾ മാത്രമേ മേലെ കൂടെ പോകും. ബാക്കി എല്ലാ വാഹനങ്ങളും സർവീസ് റോഡിലൂടെയാണ് പോവുക. കാറുകൾ, ബസ്സുകൾ, മറ്റുള്ള യാത്രക്കാർ, ചെറിയ വണ്ടികൾ എല്ലാം ഇതിലൂടെയാണ് പോവുക. ആ വാഹനങ്ങൾക്ക് ഒരു വാഹനം കടന്നു പോകാനുള്ള വീതി എവിടെയും ഉണ്ടാവില്ല. നിങ്ങൾ ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് പോകുമ്പോൾ, കണ്ണൂരിൽ നിന്ന് തലശ്ശേരിക്ക് പോകുമ്പോൾ മനസ്സിലാക്കി ഒരു ബസ് കടന്നു പോകാനുള്ള വീതിയായില്ലേ. അങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു ചെറിയൊരു വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പോലും സാധിക്കില്ല. ഈ ബസ് ഏതെങ്കിലും രീതിയിൽ ഡിസോർഡർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്കായി. ഇത് ബന്ധപ്പെട്ട അധികൃതർ ഇത് തുടങ്ങുന്ന സമയത്തെ ഞങ്ങൾ പറഞ്ഞതിന് സർവീസ് റോഡിന് വീതിയില്ല, സർവീസ് റോഡ് തീരെ പോരാ. സർവീസ് റോഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം പോകാനുള്ള ഓവുചാലിനുള്ള സ്ലാബ്, അതായത് ഒരു ബസ് ഒരു യാത്രക്കാരനെ കയറ്റാൻ അവിടെ നിർത്തിയാൽ അതിന്റെ പിന്നിലെല്ലാ വാഹനങ്ങളും ബസ്സിന് പോകുമ്പോഴേ മറ്റു കാറിലും പോകാൻ കഴിയുള്ളൂ. കഴിയും. അവൻ മറികടക്കാൻ പറ്റില്ല. ഒരു വണ്ടി മുന്നിൽ കടന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ കഴിയില്ല. പിന്നെ അവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബസ് വേകളില്ല, ബസ്സുകൾ സ്റ്റോപ്പില്ല, ബസ് വേകളില്ല. അതായത് ഇപ്പം ഇത് നാഷണൽ ഹൈവേൻ്റെ പണി തീർത്ത് കഴിഞ്ഞാൽ ഈടെ യാത്രാ ദുരിതം തീരുന്ന പറയും. പക്ഷേ യാത്രാ ദുരിതം കൂടുകയെന്ന് പറയും. അത് അനുഭവിക്കാൻ പോകുന്നതില്ലോ നമ്മളെ നാട്ടിലെ ജനങ്ങളും ഈ വാഹന ഉടമകളും. വാഹന ഉടമകൾ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് സ്വകാര്യ ബസ്സുകളായിരിക്കും. എന്ന് വെച്ചാൽ ഈ വാഹന ഉടമകൾക്കൊന്നും ഇത്ര മണിക്ക് തലശ്ശേരി എത്തണമെന്നും ഇത്ര മണിക്ക് തളിപ്പറമ്പിൽ എത്തണമെന്നും ഇത്ര മണിക്ക് വടകര എത്തണമെന്നൊന്നുമില്ല, നിബന്ധനയൊന്നുമില്ല. അവർക്ക് 10-15-20 മിനിറ്റ് ലേറ്റായി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ ഒരു ബസ്സുകൾക്ക് ഇത്ര മണിക്ക് തളിപ്പറമ്പിൽ എത്തണം, ഇത്ര മണിക്ക് തലശ്ശേരി എത്തണം, ഇത്ര മണിക്ക് വടകര എത്തണം, ഇത്ര മണിക്ക് പിന്നെ ഓരോ സ്ഥലത്ത് കാഞ്ഞങ്ങാട് എത്തണം, പയ്യന്നൂർ എത്തണം എന്നുണ്ട്. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഈ റോഡ് ബ്ലോക്ക് ആകുന്ന സമയത്ത് എല്ലാവരും ഈ റോഡ് അപകടങ്ങൾക്ക് ബസ്സുകാരെയും ബസ് ജീവനക്കാരെയും ബസ് ഉടമകളെയും പഴി പറയുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഒരു പരിധി വരെ ഇതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത് നമ്മളെ പിന്നെ റോഡുകളാണ്. റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും സർക്കാരും. ഇത് ഓടിപ്പിടിക്കേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡായി പോകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 10 മണിക്ക് തലശ്ശേരിയിൽ നിന്ന് പോകേണ്ട ഒരു വണ്ടി
അവിടെ എത്തുക 10:15, റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ 10:10, 15 ഉണ്ടാവുക. അപ്പോൾ അവൻ ഈ 10 മണിക്ക് തന്നെ എത്തിക്കാനുള്ള ഇപ്പോൾ എടക്കാടോ നടാലോ താഴെ ചൊവ്വയോ മേലെ ചൊവ്വയോ റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓവർ സ്പീഡ് എടുത്തു പോകുന്നുണ്ട്. ആ എടുത്തു പോകുന്ന സമയത്ത് ചില അശ്രദ്ധക്കുറവുകൊണ്ട് ചിലപ്പം ആക്സിഡൻറ്റുകളും ഉണ്ടാകുന്നുണ്ട്. അതില്ലാന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ എല്ലാ കാര്യവും ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇപ്പം നമ്മളെ ഭാഗത്ത് തേച്ച് ശരിയാണ്. പക്ഷെ അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നത് ഈ ഗവൺമെൻറ്റും അതേപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമാണ്. ഒരു നല്ല ഒരു സമയത്ത് റോഡുകൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു വാഹനങ്ങളും കൃത്യസമയത്ത് ഇപ്പം കണ്ണൂർ പയ്യന്നൂർ, കണ്ണൂർ തലശ്ശേരി, കണ്ണൂർ കോഴിക്കോട് എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ജനങ്ങളുടെ ഒരു പിന്തുണ കിട്ടാതിരിക്കാൻ കാരണം ഇത്തരം കാര്യങ്ങൾ, അതായത് പേടിപ്പിക്കുകയാണ്. ഈ ഇരുചക്ര വാഹനങ്ങളിലും കാറുകളിലൊക്കെ പോകുന്ന ആളുകളെ ഓണടിച്ചിട്ടും ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്നു ഒക്കെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ സ്വാഭാവികമായ ഒരു പ്രതികരണങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അപകടങ്ങൾ വരുമ്പോഴൊക്കെ നിങ്ങൾക്കെതിരായി മാറുകയാണ്. അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ സമയം ആണ് പ്രശ്നം, അല്ലേ? ഈ സമയം അവരെ നിർബന്ധിതരാക്കുകയാണ്. അതിനുള്ള പിന്നെ കാരണക്കാർ ഒരു പരിധി വരെ, ഞാൻ പറഞ്ഞു, ഒരു പരിധി വരെ ബസ് ജീവനക്കാരും ഉണ്ടാവും. ഒരു 75% കാരണക്കാർ ഗവൺമെൻറ്റും ഈ നമ്മളെ നാഷണൽ ഹൈവേ പിന്നെ ഉദ്യോഗസ്ഥന്മാരും ആണ്. ഈ ബസ് ജീവനക്കാർ തമ്മിലുള്ള തർക്കങ്ങളും ഉണ്ടാകും ഈ സമയം തെറ്റുമ്പോൾ, അല്ലേ? സമയം തെറ്റുന്നതെന്ന് പറഞ്ഞാൽ 10 മണിക്ക് പോകേണ്ട വണ്ടി 10 മണിക്ക് പോയിട്ടില്ലെങ്കിൽ അവിടെ മറ്റേ 10:05 പോകേണ്ട 10:02 പോകേണ്ട വണ്ടികളുണ്ടാവും. അപ്പം അശാസ്ത്രീയമായ പെർമിറ്റ് സമ്പ്രദായം. ഇപ്പം 2 മിനിറ്റ് 3 മിനിറ്റിന് ഇപ്പം പെർമിറ്റ് കൊടുത്തോന്ന് പറയും. ഇപ്പം ജനകീയ സദസ്സ് നില മറ്റെല്ലാ റോഡിലും ബസ് കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് തീരുമാനമെടുത്ത്. ആയിക്കോട്ടെ, ബസ്സില്ലാത്ത റോഡുകളിൽ യാത്ര ചെയ്തോട്ട്, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇവിടുത്തെ റോഡിൻ്റെ സംവിധാനവും കൂടി മനസ്സിലാക്കണം. ഇപ്പം കണ്ണൂർ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട വണ്ടി കാൽടാക്സിൽ നിന്ന് ട്രെയിനിങ് സ്കൂളിൻ്റെ ആ ഏരിയയിൽ ബ്ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിലും പിന്നിലും പോകുന്ന 3-4 വണ്ടികൾ ഒന്നായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മേലെ ചുവത്തുന്ന സമയത്ത് ഈ 3 വണ്ടികളും പരസ്പരം മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഒരു അങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് കൃത്യമായി 2 മിനിറ്റോ 3 മിനിറ്റോ ഗ്യാപ്പ് പുറപ്പെട്ട് കഴിഞ്ഞാലും കുറച്ച് റോഡ് ബ്ലോക്ക് ആകുമ്പോൾ ഇതെല്ലാം ഒന്നിച്ചേ ഉണ്ടാവുക. അതും ഒരു പരിധിവരെ ഈ ആക്സിഡൻറ്റുകൾ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സമയത്തൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് മോശമായിരുന്നില്ല, ഇത്രയും മോശമായിരുന്നില്ല. അന്നൊക്കെ സ്വാഭാവികമായൊരു മോശമായ കലക്ഷൻ ഉണ്ട്. ഈ പറയുന്നത് ആക്സിഡൻറ്റും മറ്റുള്ള എല്ലാം വാഹനങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ഒരു അഭിമാനമുണ്ട്. അന്നൊരു അഭിമാനമുള്ള ഒരു ബിസിനസ്. എന്നപ്പോ ഞാനിപ്പം സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങളിൽ അച്ഛന് ബസ്സിലുണ്ട്. ഞാൻ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ് ഉടമേൻ്റെ മോൻ എന്നുള്ള രീതിയിലാണ്. ഇന്നിപ്പോൾ ഒരു ബസ് ഉടമേൻ്റെ മോൻ ആരോട് പറയില്ല, അച്ഛന് ബസ്സുണ്ട് എന്ന് ആരോട് പറയില്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും അവഗണനയാണ്. നമ്മളന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ഛൻ വലിയ പൈസക്കാരനൊന്നുമല്ല, സാധാരണക്കാരനാണ്. പക്ഷെ ഒരു ബസ് ഉടമയാന്ന് പറയുമ്പോൾ എനിക്ക് 5ാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛന് ബസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നാട്ടിലും വീട്ടിലും അല്ല, ഞാൻ ആ ഏത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്നെ കുട്ടിയൊക്കെ അറിയാം ഇന്ന ബസ്സിൻ്റെ ഓണറെ മോനാന്നില്ലേ. അപ്പം ഞാൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ കായികമായിട്ടോ സ്പോർട്സിലോ മറ്റുള്ള രീതിയിലോ പ്രകടനങ്ങൾ വെക്കുന്നോ വളരെ അല്ലെങ്കിൽ കാണാൻ വലിയ ഫിഗറായിട്ടോ അങ്ങനെയൊന്നുമല്ല. ഈ ബസ് ഉടമേൻ്റെ ഒരു മോനാന്നുള്ളൊരു പരിഗണന എനിക്കന്ന് അധ്യാപകന്മാർ എന്നതിൻ്റെ കുട്ടികളും എല്ലാം തന്നിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലും പോയി. ഇന്നിപ്പം ബസ് ഉടമേൻ്റെ മോനാന്നല്ല. ഞാൻ തന്നെ എവിടെയും വേറെ ദൂരെയുടെയും പോയി കഴിഞ്ഞാൽ ഒരു ബസ് ഉടമയാണെന്ന് പറയില്ല. തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്നാപ്പോൾ പരിപാടി തന്നെ ലാസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ബിസിനസ്സും കൊണ്ടുപോകുന്നതല്ല, ബസ് ഉടമയാണെന്ന് പറയില്ല. അതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാം, ബസ് ഉടമയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വിലയും കൂടി പോയി എന്നുള്ള സ്ഥിതിയാന്നില്ല. പണ്ട് ബസ് ഉടമയാന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു കാര്യമായിരുന്നു. ഇന്നും എന്നോട് വന്നും എൻ്റെ കൂടെ പഠിച്ച സ്കൂളും കോളേജിലും പഠിച്ച കൂട്ടരൊക്കെ പറഞ്ഞു ബസ് ഉടമേൻ്റെ അച്ഛനുള്ള ബസ് ഉടമേൻ്റെ ആ പേര് ഇന്നും ഉണ്ട്. ഇപ്പം ബസ്സില്ലേ എന്ന് വന്ന് ചോദിക്കുമെന്ന്. ഇന്നതൊരു വിഷയമല്ല. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ബസ് ഉടമ ആ ലൈനെല്ലാം തീർന്ന്. എന്നുവെച്ചാൽ ഇവരെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന കൂട്ടർ കുറച്ച് പൈസയും കൊണ്ട് വന്ന് ഒരു 6-7 വണ്ടി എടുത്ത് 8 വണ്ടി എടുത്ത് അവർ പെട്ടെന്ന് ഇത് ഒഴിവാക്കി പോയി കഴിഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ബസ്സുകളില്ല കൂട്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 കൊല്ലം 6-7 കൊല്ലം കഴിയുന്ന സമയത്ത് ഇവർ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് പോയി കളിയും. ആനന്ദകൃഷ്ണ, ഷാജി, ഗീത, ഇങ്ങനത്തെ കുറേ എല്ലാവരും പോയി, ഒരുപാട് പോയി. ആ പഴയ ബസ്സുകാരൊന്നും ആരുമില്ല. അതാ ഞാൻ പറഞ്ഞു, ഇപ്പം 20 കൊല്ലത്തിന് മേലെ സർവീസ് നടത്തുന്നത് ഞങ്ങളെ സംഘടനയിൽ തന്നെ ഒരു 20 ആളുണ്ടാവില്ല. അല്ല പുതുതായിട്ട് വരുന്ന കൂട്ടർ. അവർ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേഗം അങ്ങ് ഒഴിവായി പോയി കളി. അവർ പിന്നെ അവരെ പുതിയ ഫീൽഡിൽ അവർ പല ബിസിനസ്സും നടത്തി പരിചയമുള്ള കൂട്ടറായതുകൊണ്ട്
ഇവിടെ വന്നിട്ട് ഇത് ട്രയൽ നോക്കി ഇത് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഒഴിവാക്കി പോയി കളി. പക്ഷെ അവരെ കൊണ്ട് ഇനി വ്യവസായത്തിന് പല രീതിയിലും ഒരു സർവീസ് നടത്തേണ്ട രീതിയിലല്ല ഇവർ നടത്തുന്നത്. അതും ഈ സ്ഥിരമായിട്ട് ഈ വ്യവസായം കൊണ്ട് ഉപജീവന മാർഗം കഴിച്ച് ജീവിക്കുന്ന ഈ മേഖലയിലെ ബസ് ഉടമകൾക്ക് ഇവരുടെയൊക്കെ ചിലവരെ നടപടികൾ മൂലം വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവർ വന്നപാട് എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്തതൊക്കെ നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസിന് ഒരു കുത്തഴിഞ്ഞ രീതിയിൽ ആക്കി ഇടും. തൊഴിലാളികളെയും മറ്റുള്ള രീതിയിലും ഒരു കുത്തഴിഞ്ഞ രീതിയിലാണ് ഇവർ സർവീസ് നടത്തുക. അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സർവീസ് നടത്തി ഉപജീവന മാർഗം കഴിക്കുന്ന സ്ഥിരമായിട്ട് സർവീസ് നടത്തി ഉപജീവന മാർഗം കഴിക്കുന്ന ഉടമകൾക്കും തൊഴിലാളികൾക്കും പ്രയാസം ഉണ്ടാക്കുന്നു. അത്ര ഉടമകൾക്ക് നിങ്ങൾ മുന്നറിയിപ്പുകൾക്ക് നിങ്ങളെ മുന്നറിയിപ്പെല്ലാം പറയണ്ടേ? നിങ്ങൾ ഇന്ന രീതിയിൽ പറയാം. അവർ സംഘടന പറയുന്നതനുസരിച്ചിട്ടൊന്നും കേൾക്കൂല. സംഘടന പറയുന്ന കാര്യങ്ങളൊന്നും അവർ കേൾക്കൂല. അവർ പുത്തൻ പൈസക്കാരാണ്. അവർ ഈ രംഗത്ത് വന്ന് അവർ ഏതെല്ലാം രീതിയിൽ എന്തെന്ന് പറയുക ഒരു ഇതും ഉണ്ടാവില്ല, ഒരു കൃത്യത ഉണ്ടാവില്ല, അച്ചടക്കം ഉണ്ടാവില്ല, മറ്റുള്ള ഒന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും രീതിയിലൊക്കെ നടത്തും. അവരാണ് കുറേ പ്രയാസങ്ങൾ ഈ മേഖലകൾ ഉണ്ടാക്കുന്നത്. സാധാരണ സിസ്റ്റമാറ്റിക് ആയിട്ട് സർവീസ് അസോസിയേഷനിലൊന്നും അംഗത്വമില്ലാത്ത അംഗത്വമില്ലാത്ത ഒരുപാട് ആളുണ്ട്. അവരെ കൊണ്ട് കുറേ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ മേഖലക്ക്. അപ്പോൾ ആ പേര് നമുക്കടക്കം വരുന്നുണ്ട്. എന്തായാലും പ്രതിസന്ധിയുടെ ആഴം എത്രയാണ് എന്നത് ഓരോ വാക്കുകളിൽ നിന്നും, രാജകുമാർ കരുവാരത്തിൻ്റെ ഓരോ വാക്കുകളിൽ നിന്നും നമുക്ക് ബോധ്യമാണ്. അത്തരം ബോധ്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തൊക്കെ നടപടികൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് സമൂഹത്തിലും ഒരു ചർച്ച വേണ്ടത്. ഈ സംഭാഷണം നമുക്ക് തുടരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. BMH കൺവെൻഷൻ ക്വസ്റ്റ്യൻ അവർ തുടരുന്നു. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പോലും വലിയ തോതിലുള്ള പ്രയാസമുണ്ടാക്കുന്ന മറ്റൊരു സംഭവമാണ് ഈ മിന്നൽ പണിമുടക്കുകൾ. ഏതെങ്കിലും ചെറിയ ഒരു സംഭവം ഒരു റൂട്ടിൽ ഉണ്ടാകുമ്പോൾ ആ റൂട്ടിലെ സർവീസ് മിന്നൽ എന്ന പേരിൽ അങ്ങ് നിർത്തുകയാണ്. അത് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു വിഭാഗമാണ് കൂടുതലുണ്ടാകുന്നത്. അവരെ നിയന്ത്രിക്കാൻ ചിലപ്പോഴത്തെ ബസ് ഉടമകൾക്ക് കഴിയുന്നില്ല. ഞങ്ങൾ മിന്നൽ പണിമുടക്ക് ഒരു തരത്തിലും നമ്മൾ ന്യായീകരിക്കുന്നില്ല. അത് പ്രധാനമായിട്ടും ഞങ്ങളും ചില അവസരങ്ങളിൽ അവസാനത്തെ ഘട്ടങ്ങളിൽ ഞങ്ങൾ സമരം എന്ന് പറഞ്ഞ അവസാനം നമ്മൾ കഴിയുന്നത് എന്തെങ്കിലും ഒരു മാർഗം ചെറിയ ഇത് നമുക്ക് കിട്ടുമെങ്കിൽ നമ്മൾ സമരം മാറ്റിവെക്കുന്ന കൂട്ടറാണ്. ഞങ്ങൾ ഒരിക്കലും സമരം നടത്തേണ്ടിയിട്ടൊരു സമരം ചെയ്യുന്ന കൂട്ടറല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നത്തിൽ ഞങ്ങളെ ന്യായമായ ആവശ്യങ്ങൾ ചെയ്യേണ്ടിയിട്ട് അവസാനം ഒരു ഗതി. ഇപ്പം നിങ്ങളിപ്പോൾ അടുത്ത ദിവസം കുറേ കൂടിയിട്ടാണ് നമ്മളിപ്പം ഈ നടാല പ്രശ്നത്തിന് സമരം നടത്തിയത്. അവരെ ഭാഗത്ത് യാതൊരുവിധ അനുകൂല നടപടികളുണ്ടാകും. നമ്മൾ ഒരുപാട് നിവേദനങ്ങൾ കാര്യങ്ങൾ മറ്റുള്ളത് ഈ എല്ലാവരെയും കണ്ട് മന്ത്രിമാരെ കണ്ട് MLA മാരെ കണ്ട് MP മാരെ കണ്ട് ഒരു സൂചനമായൊരു സമരം നടത്തി ഒന്നും പ്രയോജനമില്ലായിട്ടാണ് നമ്മൾ നടത്തിയത്. അതേപോലെ മിന്നൽ പണിമുടക്ക് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പാടില്ല. അത് ഒരു 10 വർഷം മുന്നേ കലക്ടറേറ്റിൽ ഞങ്ങളെയും ട്രേഡ് യൂണിയനും കൊണ്ട് മിന്നൽ പണിമുടക്ക് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻറ്റ് ആക്കിയിട്ടുണ്ട് കണ്ണൂർ കലക്ടർ. നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിലാളികളെ വേണ്ടാണ്ട് ജനങ്ങൾ, അത് തൊഴിലാളികളെ ഭാഗത്തുനിന്നുണ്ട്. ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിലെ മേഖലകളിലെ തൊഴിലാളികളെ വേണ്ടാന്ന് പെട്ടെന്ന് ഉപദ്രവിക്കുന്ന ഒരു സമീപനം. ഞാൻ അവരുടെ KSRTCയിലെ ജീവനക്കാരെ അവരെ മർദ്ദിക്കൂല എന്ന് വെച്ചാൽ അത് പൊതുമുതൽ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് KSRTCയിലെ ഒരു ജീവനക്കാരനെ മർദ്ദിച്ചു കഴിഞ്ഞാൽ അവന് ജാമ്യമില്ല, കിട്ടൂല. അപ്പോൾ അതിന് പ്രൈവറ്റ് മേഖലയിലെ ബസ്സുകാരൻ നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത കണ്ണൂർ മയിൽ റൂട്ടിൽ ഇപ്പോൾ അടുത്ത ദിവസം സമരം ചെയ്ത് രണ്ട് ദിവസം. അത് എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ ജീവനക്കാരൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡ്രൈവറുടെ പ്രശ്നം എന്തോ ആയിക്കോട്ടെ. നിങ്ങൾക്ക് അതിനിടെ പോലീസിൻ്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റുള്ളത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എന്നൊരു വെറുതെ ഒരു കടലാസിൽ കത്തെഴുതി കഴിഞ്ഞ് അപ്പാട് വണ്ടിയും പണിക്കാരെ ഡ്രൈവറെ എല്ലാം അടക്കം കൊണ്ട് സ്റ്റേഷനിൽ പിടിച്ചിരുന്നത്. പിന്നെ നിങ്ങളെന്തിനാ ഈ ആളെ ജീവനക്കാരെ കൈകാര്യം ചെയ്യാൻ നിൽക്കുന്നത്? മറ്റു മേഖലകളിൽ ഈ കൈകാര്യം ചെയ്യാൻ അങ്ങനെ ഈ ഹോട്ടലുകളിൽ വർത്താനം പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലേ? മറ്റുള്ള ഷോപ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലേ? പാടെയെല്ലാം നിങ്ങൾ ഷോപ്പിൽ ഹോട്ടലിലെ ജീവനക്കാരെല്ലാം പിടിച്ചടിക്കുക. അപ്പോൾ ജീവനക്കാരെ മർദ്ദിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് നാട്ടുകാർ പിൻവരണം. അതേപോലെ മിന്നൽ പണി കൊടുക്കുന്ന തൊഴിലാളികളും പിൻവലിക്കണം. നമുക്ക് ഡേറ്റ് വെച്ച് ചെയ്യുക, അവരെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യുകയോ മറ്റുള്ളതൊന്നും നടപടി ഇല്ലെങ്കിൽ നമ്മൾ 10-ാം തീയതി 10-ാം തീയതി നമ്മൾ ആ റൂട്ടിലേക്ക് ബസ് സർവീസ് നിർത്തുന്നു. എന്നാൽ പിന്നെ യാത്രക്കാർ മറ്റു മേഖലകളിലേക്ക് നീങ്ങുമല്ലോ. ഇത് രാവിലെ യാത്ര ചെയ്ത് വന്ന കുട്ടികളും മറ്റുള്ള ജോലിക്ക് വന്ന കൂട്ടറല്ലാന്ന് 12:30 തിരിച്ചു പോകാൻ നോക്കുമ്പോൾ വാഹനം ഉണ്ടാവില്ല. അപ്പോൾ അവർ ഒരു വണ്ടി പിടിച്ച് പോകുകയെന്നെല്ലാം പറയുമ്പോൾ അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന, എല്ലാവർക്കും ഒന്നും വണ്ടി പിടിച്ച് പോകാനും കഴിയില്ല.
അപ്പോൾ മിന്നൽ പണിമുടക്ക് ഈ യാത്രക്കാർക്കും മറ്റുള്ള കൂട്ടർക്കെല്ലാം വളരെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി വെറുക്കപ്പെടാനുള്ള ഒരു കാരണമാകുന്നുണ്ട്. യാത്രക്കാർ വെറുക്കപ്പെടാനുള്ള ഒരു കാരണം ഈ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഈ മിന്നൽ പണിമുടക്ക് മൂലം തന്നെയാണ്. മിന്നൽ പണിമുടക്കിനെ ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല, നമ്മൾ നിരുത്സാഹപ്പെടുത്താറില്ല. കഴിയുന്നതും പോയിട്ട് മിന്നൽ പണിമുടക്ക് നടത്തിയാലും നമ്മൾ പങ്കെടുക്കുക. അവർ നമ്മളോടൊന്ന് ചോദിക്കാണ്ടാണ് മിന്നൽ പണിമുടക്ക് നടത്തുന്നത്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും അതിൻ്റെ മുൻപന്തിയിൽ കോംപ്രമൈസ് ആകാൻ നമ്മളാണ് ഉണ്ടാവുക. നമ്മൾ ആഹ്വാനം ചെയ്തില്ലെങ്കിൽ നമ്മളായിരിക്കും ഇത് അത് തീർക്കാനുള്ള മുൻപന്തിയിൽ നമ്മൾ നിൽക്കുന്നുണ്ടാവുക. പോലീസ് സ്റ്റേഷനുകളായാലും RTO ഓഫീസുകളിലായാലും മറ്റേത് മേഖലകളിലായാലും നമ്മളുണ്ടാവുക. അപ്പോൾ മിന്നൽ പണിമുടക്കിന് ഒരു തരത്തിലും അവർ പല കൂട്ടരും ധാരണ ഉടമകൾ മിന്നൽ പണിമുടക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബസ് ഒരു ട്രിപ്പ് പോലും ഒരു അരമണിക്കൂർ പോലും നിർത്തിയിടാൻ നമുക്ക് താല്പര്യമില്ലാത്തൊരു വിഭാഗമാണിത്. എന്തെങ്കിലും ഒരു തലനാലിരക്ക് ഒരു പ്രശ്നങ്ങൾ ഒഴിവായിക്കോട്ടെ. നമ്മൾ പണിമുടക്ക് എന്നെല്ലാം പറഞ്ഞ് നോട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ നാട്ടുകാർ അടക്കം പറയും നിങ്ങളതിൻ്റെ തലേന്ന് പിൻവലിക്കുക. പിൻവലിക്കുന്ന എന്തിനാ പിൻവലിക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആ പ്രശ്നങ്ങൾ ഇവർ തീർത്ത് തരുമല്ലോ. അപ്പോൾ എന്തിനാണ് ജനങ്ങളെയും മറ്റുള്ള കൂട്ടരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് മാത്രം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ പിൻവലിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നവർ ഒരു സമരം നമ്മൾ ആഹ്വാനം ചെയ്തിട്ട് നാളെ സമരം നടത്താനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാരവാഹിക്ക് നാളെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയില്ല. എന്തെങ്കിലും നേടിയെടുക്കാനല്ലേ, അതൊന്നും ആകാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അറ്റ്ലീസ്റ്റ് ഒരു പഞ്ചായത്തിലെ മെമ്പർ പോലും ആകാൻ പറ്റില്ല. അപ്പോൾ ഈ നാട്ടുകാർക്കുണ്ടാകുന്ന പ്രയാസം ഒഴിവാക്കേണ്ടിയിട്ടാണ് നമ്മൾ സമരം നടത്തുന്നത്. നിങ്ങൾ പത്രക്കാർ വരെ പറയാം, ബസ്സുകാരുടെ സമരമല്ലേ അത് തലേന്ന് പിൻവലിക്കുക എന്ന് ഏതൊരു ഒരു പത്രത്തിലൊരു തമാശയാക്കി നമ്മൾ ഇട്ടിട്ട് കണ്ട്. ബസ്സുകാരുടെ സമരം നമ്മളതിനെ നമ്മൾ സമരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചർച്ചയ്ക്ക് പോലും ഇവർ വിളിക്കും. അല്ലെങ്കിൽ സമരം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഗവൺമെൻറ് മെഷീനറീസ് മറ്റുള്ള കൂട്ടം ഒരു ചർച്ചയ്ക്ക് പോലും, അല്ലെങ്കിൽ നമ്മൾ നിവേദനങ്ങൾ കൊടുത്ത് കയറി ഇറങ്ങുക എന്നല്ല ഒരു ചർച്ചക്കുള്ള വേദി പോലും ഒരുക്കൂല. അതുകൊണ്ട് ഒരു ചർച്ചയ്ക്കുള്ള ഒരു വേദി ഒരുക്കി അതിൽ നിന്നൊരു പരിഹാരം ഉണ്ടാവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളപ്പാട് സമരം പിൻവലിക്കും. അത് നമ്മളൊരു ബലഹീനതയാണെന്നുള്ളതാണ് മറ്റുള്ള കൂട്ടർ അടക്കം മനസ്സിലാക്കുന്നത്. ഇവർക്ക് നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഇവിടുന്ന് താണക്കേക്ക് പോകാൻ അല്ലെ ഇവിടുന്ന് മേലച്ചൊക്കെ ഇവിടുന്ന് താഴ്ചക്കൊക്കെ പോകാൻ ട്രിപ്പ് പിടിച്ച് ഓട്ടോറിക്ഷയ്ക്ക് പോകാനില്ല. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വീടിനടുത്ത് ഓട്ടോറിക്ഷയും ഒക്കെ പിടിച്ച് വാടക ട്രിപ്പ് പിടിച്ചിട്ട് ഇവിടെ വന്നിനി. അങ്ങനെ പോകാനല്ലാണ്ട് ഇപ്പം നിങ്ങളെ ഇവർ എല്ലാം കയറ്റിയിട്ട് പോകാനുള്ള പെർമിറ്റ് ഇവർക്കില്ല. അത് ബസ്സിന് സ്റ്റേജ് ഗാരേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവർ കൊല്ലത്തിൽ 500 രൂപ ടാക്സ് കെട്ടുന്നിടത്ത് നമ്മൾ 32,000-34,000 രൂപ 3 മാസം കൊണ്ട് ടാക്സ് കെട്ടുന്നത്. ഇവരൊരു കൊല്ലത്തിൽ 500 രൂപയാണ് ടാക്സ് കെട്ടുന്നത്. ഞങ്ങളൊരു കൊല്ലത്തിലേക്ക് 1,40,000 രൂപയോളം ടാക്സ് കെട്ടുന്നുണ്ട്. അത് ഈ സൗകര്യത്തെ എല്ലാ യാത്രക്കാരും കയറ്റി പോകാൻ ഇവർക്ക് വാടക ട്രിപ്പ് മാത്രം എടുക്കാം. പക്ഷേ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഓട്ടോറിക്ഷകളുടെ പാരൽ സർവീസാണ്. അത് ഈ വ്യവസായത്തിനെ സാരമായി ബാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 5 മിനിറ്റിന് ബസ്സിൻ്റെ മുന്നിൽ ഇങ്ങനെ 3-4 ആളെ ഇങ്ങനെ വിളിച്ച് കൊണ്ടുപോകുക കയറ്റിക്കൊണ്ടുപോകും. അവരൊക്കെ ആണെങ്കിൽ സ്റ്റുഡൻസിന് എടുക്കുകയും വേണ്ട. ഇവർക്ക് സ്റ്റുഡൻസിന് എടുക്കണ്ട. ആ സ്റ്റുഡൻസിനെല്ലാം എടുത്തിട്ട് പ്രൈവറ്റ് ബസ് വരും. അപ്പോൾ KSRTC ഓടുന്നിടത്തും ഇങ്ങനെ കണ്ണൂരേക്ക് വരുന്ന ത്രൂ ടിക്കറ്റുകൾ തേച്ചും KSRTCക്ക് വരും. കുട്ടികളെയും കൊണ്ട് പ്രൈവറ്റ് ബസ്സുകാർ വരും. അങ്ങനെ ഒരുപാട് അന്തരങ്ങളുണ്ട്. ഇതെല്ലാം ഗവൺമെൻറ് ഇടപെട്ടിട്ട് ഗവൺമെൻറ്റാണ് ഇത് ശരിക്ക് എല്ലാം ചെയ്ത് ഈ വ്യവസായം പിടിച്ചു തീർക്കേണ്ട ആവശ്യമായി. ഇതിൻ്റെ പ്രശ്നങ്ങൾ എവിടെയാണ്, ഇതിനെവിടെയില്ല ചികിത്സകൾ വേണ്ട എന്നുള്ളത് ഗവൺമെൻറ് അന്വേഷിക്കണം. എന്ന് വെച്ചാൽ ഈ കോടിക്കണക്കിന് റവന്യൂ വരുമാനമുള്ള ഒരു വ്യവസായം പുതിയ വ്യവസായത്തിന് പോയിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന നമ്മളെ ഗവൺമെൻറ് ഒരു തീരത്തിലെ ബാധ്യതയില്ലാതെ ഈ ഒരു മേഖല ഇങ്ങനെ തകരുന്ന സമയത്ത് അത് പിടിച്ചു നിർത്തണം. നിർത്തിയില്ലെങ്കിൽ അതിൻ്റെ ഒരു നട്ടം നമുക്ക് കൂടിയുണ്ട്, ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്, തൊഴിലാളികൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല നമ്മളിവിടെ മുന്നേ ഭരിച്ച UDF ഗവൺമെൻറ്റും LDF ഗവൺമെൻറ്റും. അവരൊന്നും ഇക്കാര്യത്തിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കുന്നില്ല കാര്യങ്ങളിൽ. അവരെല്ലാവരുമായിട്ട് ബന്ധമാണ്. അവരെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സമ്മേളനങ്ങളും പ്രകടനങ്ങളും ഒക്കെ വിജയിപ്പിക്കേണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ് വേണം. അതൊക്കെ പറയും. നിങ്ങൾ പറയുന്ന 100-120% ശരിയാണെന്നും പറയും കഴിഞ്ഞാൽ ഇത് ഈ വ്യവസായം നശിച്ചു പോകുന്ന പ്രശ്നത്തിന് അതിനൊരു തടയിടേണ്ട ശ്രമം ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഇന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഇതിപ്പം നിങ്ങൾ കാണുന്നില്ല ഈ നടാലിലെ പ്രശ്നങ്ങളുണ്ടായില്ലേ. ഇപ്പോൾ ഓട്ടോമാറ്റിക് ഞാൻ പറഞ്ഞു പോയതാണ്. ഈ 100-300 കൊല്ലം മുന്നേ ഉണ്ടായ റോഡ് പട്ടണം ഉണ്ടായ റോഡാണ് 2 വലിയ പട്ടണങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. തലശ്ശേരി പട്ടണവും കണ്ണൂർ പട്ടണവും തമ്മിൽ. ഈ മൊയ്തു പാലവും ഈ ധർമ്മട മൊയ്തു പാലവും കൊടുവള്ളിയിലെ 2
പാലങ്ങൾ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഇവിടുന്ന് റോഡുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ചങ്ങാടത്തുകളിൽ വാഹനങ്ങൾ കയറ്റിയിട്ട് നിങ്ങളിപ്പം കാണും ഈ പാലത്തിൻ്റെ എല്ലാം സൈഡിൽ ഇങ്ങനെ പണ്ട് റോഡുകൾ വന്നിറങ്ങിയ കല കാണും നിങ്ങൾ. അവിടെയെല്ലാം വാഹനങ്ങൾ വന്ന് അന്ന് ചങ്ങാടത്തിൽ വാഹനങ്ങൾ കയറ്റി, അന്ന് ചെറിയ ബസ്സായിരുന്നു, എന്നിട്ട് അപ്പുറത്തെ പുഴയെ കൊണ്ടുപോയി അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അന്ന് അങ്ങനെയുള്ള ഒരു നാഷണൽ ഹൈവേ റോഡാണ്. നാഷണൽ 17 കയറാനുള്ള ഒരു അനുവാദം ഇല്ലാതെ റോഡ് കംപ്ലീറ്റ് അടച്ച് നിങ്ങൾ 7 കിലോമീറ്റർ ചുറ്റിയിട്ട് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ ഇപ്പോൾ RDO ഒരു റിപ്പോർട്ട് കൊടുക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ സമരം മാറ്റിയത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടോ? അല്ല, RDOന്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ RTO ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇത് ന്യായമാണ് ഇവർ പറയുന്നത്. ഇത് എത്രയോ വർഷം മുന്നിലെ റോഡാണ്. ഇത് 7 കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ച് കഴിഞ്ഞാൽ യാത്രക്കാർക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10-15,000 വിദ്യാർത്ഥികൾ മാത്രം തോട്ടട മേഖലകളിൽ പഠിക്കുന്നുണ്ട് എന്നാണ് അനൗദ്യോഗിക SN കോളേജ്, SN ട്രസ്റ്റിൻ്റെ 2 സ്കൂള്, പോളിടെക്നിക്ക്, ITA, തോട്ട സ്കൂള്, JTS എല്ലാം കൂടി ഒരു 10-15,000 കുട്ടികളോളം പഠിക്കുന്ന, അതിൽ ഭൂരിഭാഗം 60% വിദ്യാർത്ഥികൾ വരുന്ന തലശ്ശേരി ഭാഗത്തുനിന്ന്. ഇവരൊക്കെ കയറിയിട്ട് നടാലിൽ നിന്ന് ആദ്യം ചാലക്കുന്ന് വീണ്ടും നടാലിലേക്ക് പോയിട്ട് വരുമ്പോഴേക്ക് 20-22 മിനിറ്റ് അധികമാവും. അതുമല്ല നമ്മളെ ബസ്സുകാർക്ക് ഓടി ആ സമയത്ത് എത്തിക്കാൻ കഴിയില്ല. പിന്നെ ബസ്സിൽ യാത്രക്കാരും കയറിയില്ല. വളരെ പ്രയാസങ്ങളാണ് അത് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കും. പക്ഷേ ഇത് തടയേണ്ട ഗവൺമെൻറ്റും മറ്റുള്ള കൂട്ടരും അതൊരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഒരു നാഷണൽ ഹൈവേ ബ്ലോക്ക് ആക്കിയിട്ട് ഇപ്പുറത്തോട്ടെ നിങ്ങൾ 7 കിലോമീറ്റർ വളച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏടിയങ്ങ് പണ്ടത്തെ ഏകാധിപത്യ രാജാക്കന്മാരെല്ലാം ഭരിക്കുന്നുണ്ട്. നിങ്ങൾ അതിലേ പോകണ്ട ഇതിലേ പോയി അപ്പുറത്തെ പോടും എന്ന് പറയുന്ന രീതിയിലായി പോകുന്നത്. ഏതെങ്കിലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇങ്ങനെ പറയും എത്രയോ കൊല്ലം ഓടുന്ന റോഡ് അടച്ചിട്ട് നിങ്ങൾ അപ്പുറത്ത് കൂട്ട പോയാൽ മതി. ഇത് വേറെ എവിടെയും കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതിനെല്ലാം എന്ന് പറഞ്ഞാൽ വേണ്ടാണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ആ 3 ദിവസം ബസ് ഓടാതിരിക്കാനും ആ സമയത്ത് ജനങ്ങൾക്ക് കുട്ടികൾക്കുണ്ടായ പ്രയാസങ്ങൾക്കെല്ലാം ഉത്തരവാദി നമ്മളെ സർക്കാരും ഇതിൻ്റെ NHL ഉദ്യോഗസ്ഥന്മാരുമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വടക്കേ ഇന്ത്യയിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പിന്നെ ഇത് നടപ്പിലാക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെയുള്ള ഒരുപാട് മലയാളികളായ ഉദ്യോഗസ്ഥന്മാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഈ കാര്യം മൂടി വെക്കുക. ഇത് അവർക്ക് ഈ നാട്ടുകാരോടൊരു ഉത്തരവാദിത്തം ഇല്ലേ? നാട്ടുകാരോടൊരു കടമയില്ലേ? ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി പോയി കഴിഞ്ഞാൽ ഇവർക്കെല്ലാം നാട്ടുകാരോടൊരു ഒരു കടമ ഉത്തരവാദിത്തമില്ലേ? ഇവരൊന്നും എന്ന് പറഞ്ഞാൽ അത് മൂടി വയ്ക്കുക. ഇത് ഈ വടക്കേ ഇന്ത്യ ഉദ്യോഗസ്ഥന്മാർക്ക് സപ്പോർട്ട് ചെയ്യുക. ഇത് അതിന് നമുക്ക് വളരെയധികം പ്രയാസങ്ങളും വിഷമവും ഉണ്ട്. ഇത് എന്തായാലും സ്വകാര്യ ബസ് വ്യവസായം അത് കടുത്ത പ്രതിസന്ധിയെയാണ് നേരിടുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സ്വകാര്യ ബസ്സുകൾ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ രാജ്കുമാർ കരുവാരത്ത് നമ്മളോട് വിശദീകരിച്ചത്. അതിനുള്ള കാരണങ്ങൾ എല്ലാം അദ്ദേഹം വളരെ വിശദമായി തന്നെ നമ്മളോട് പറഞ്ഞു. സർക്കാർ സംവിധാനങ്ങൾ ഈ മേഖലയോട് ഇനിയും മുഖം തിരിച്ചു നിന്നാൽ അതിൻ്റെ പ്രത്യാഘാതം എത്ര വലുതായിരിക്കും എന്ന് പറയാതെ പറയുകയാണ് എല്ലാ ബസ് ഉടമകളും. അവരൊക്കെ തന്നെ പതിയെ ഈ ബസ് വ്യവസായത്തിൽ നിന്നും പിന്നോക്കം പോവുകയാണ്. കുറച്ച് ഗൾഫ് മേഖലയിൽ നിന്നുമൊക്കെ വരുന്ന ആളുകൾ ഈ മേഖലയിലേക്ക് പുതുതായി വരുന്നുണ്ടെങ്കിൽ കൂടി നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധിയായി മാറും എന്ന കാര്യം ഉറപ്പാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെ 2500-ലധികം ബസ്സുകൾ ഓടിയിരുന്ന സ്ഥാനത്ത് 600 ബസ്സിലേക്കൊക്കെ എത്തി എന്ന് പറയുമ്പോൾ അടുത്ത 5 വർഷമൊന്നും ആകേണ്ടി വരില്ല ഈ ബസ്സുകളൊക്കെ തന്നെ നമ്മുടെ നിരത്തിൽ നിന്നും പിന്നോക്കം പോകാൻ. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ ഗൗരവമായ ഒരു ചർച്ച നടത്തിയേ മതിയാകൂ. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ നിരക്ക് വർധന വേണം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മറ്റ് യാത്രാ നിരക്കുകൾ ഇപ്പോൾ വർദ്ധിപ്പിക്കേണ്ടതില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഒരു സബ്സിഡിയും ഇല്ലാതെയാണ് സ്വകാര്യ ബസ് വ്യവസായം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സർക്കാർ സബ്സിഡി ഒന്നും നൽകാതെ നിന്നിട്ടുകൂടി സർക്കാർ പറയുന്ന നിരക്കിൽ വിദ്യാർത്ഥികളുടെ യാത്രാ സൗജന്യം ഉൾപ്പെടെ അവർ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെയാണ് സ്വകാര്യ ബസ് വ്യവസായം മുന്നോട്ട് പോകുന്നത് എന്നത് നമ്മുടെ മുന്നിലുള്ള നഗ്നമായ സത്യം കൂടിയാണ്. എന്തായാലും സർക്കാർ ഈ കാര്യങ്ങളൊക്കെ തന്നെ
പരിശോധിച്ച് വേണ്ട പരിഹാരം ഉണ്ടാക്കണം എന്ന ഒരു അഭ്യർത്ഥന കൂടി കണ്ണൂർ വിഷൻ PMH ക്വസ്റ്റ്യൻ അവർ മുന്നോട്ട് വെക്കുകയാണ്. ഇത്രയും നേരം നമ്മളുമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ പ്രതിസന്ധി കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ച രാജ്കുമാർ കരുവാരത്തിന് തുടർന്ന് അങ്ങോട്ടും അദ്ദേഹത്തിന് ഇനിയും ബസ് സർവീസുമായും അതോടൊപ്പം തന്നെ ഈ സംഘടനയെ നയിക്കാനും കഴിയട്ടെ എന്ന് ആശംസ കൂടി നൽകുകയാണ്. ബസ് വ്യവസായം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി കണ്ണൂർ വിഷൻ ഈ ഘട്ടത്തിൽ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന ഈ ഏറ്റവും വലിയ സംഘടനയ്ക്ക് മുന്നിൽ വെക്കുകയും ചെയ്യുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഇത്രയും നേരം നമ്മളുമായി നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ മറുപടി നൽകിയ രാജ്കുമാർ കരുവാരത്തിന് അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.